സ്വയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി. യാ ദേവീ സ്തൂയത്തെ നിത്യം വിബുധൈർവേദപാരഗൈ സാ മേ വസതു ജിഹ്വാഗ്രേ ബ്രഹ്മരൂപാ സരസ്വതി. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും വളരെ ഭാഗ്യം ചെയ്തവരാണ് എന്നാണ്. കാരണം ആദ്യത്തെ കാരണം എന്താണ്? നമ്മളെല്ലാവരും മനുഷ്യരായി ജനിച്ചു എന്നത് തന്നെയാണ്. അനേകം ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച പുണ്യഫലങ്ങളുടെയും പാപകർമ്മങ്ങളുടെയും ഫലങ്ങളും സമമാകുമ്പോഴാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുക. അതുകൊണ്ട് ആ മനുഷ്യജന്മം എന്നത് വളരെ ഉത്കൃഷ്ടമായ ജന്മമാണ്. ആ ജന്മം കൊണ്ട് മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധിക്കുള്ളൂ എന്നതുകൊണ്ട് ആ ജന്മം കിട്ടിയ നമ്മളെ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. രണ്ടാമത്തെ പുണ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം ഭാരതീയരാണ് എന്നതാണ്. ഭാരതീയരാണ് എന്ന് മാത്രമല്ല, ആ കലികാലത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാരത ജന്മഭൂമിയിൽ കലികാലത്തിൽ ജനിക്കുക എന്ന് വെച്ചാൽ വളരെ പുണ്യം ചെയ്ത കാര്യമാണ്. ദേവന്മാർ പോലും കൊതിക്കുന്നതാണ് ഈ ഭാരതഭൂമിയിൽ കലിയുഗത്തിൽ ജനിക്കണം എന്നുള്ളത്. ഏത് യുഗത്തിനേക്കാളും വളരെ പെട്ടെന്ന് ഭഗവാനിലേക്ക് ചെന്നു ചേരാൻ നമുക്ക് സാധിക്കുന്നത് കലിയുഗത്തിലാണ്. നാമസങ്കീർത്തനം മാത്രം മതിയല്ലോ, അതുകൊണ്ടാണ്. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും നമ്മൾ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ ഭാഗവത സത്രത്തിൽ വരാൻ സാധിച്ചവരാണ്, പങ്കുചേരാൻ സാധിച്ചവരാണ്. ഭഗവത് കഥകളിങ്ങനെ കേട്ട് കേട്ട് നമ്മളുടെ മനസ്സിലൊക്കെ ഭഗവത് സ്മൃതി ഉണ്ടാകുന്നു. ആ കീർത്തനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ആ ശ്രവണം നമ്മളെ ഇങ്ങനെ പരിശുദ്ധരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാമസങ്കീർത്തനവും കഥാശ്രവണവും എല്ലാം തന്നെ നമ്മളുടെ ഉള്ളിലുള്ള രാഗദ്വേഷാദികളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് നമ്മളെയൊക്കെ ശുദ്ധചിത്തരാക്കാൻ സമർത്ഥമായതാണ് എന്ന് എല്ലാ ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദതം ഭുവി ഗൃണന്തി തേ ഭൂരിദാ ജനാ എന്ന് ഭാഗവതത്തിൽ ഗോപികമാർ പറയുന്നുണ്ട്. അപ്പോൾ ദേവാമൃതത്തെ അതിശയിക്കുന്നതാണ് ഭഗവത് കഥാമൃതം എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഋഷീശ്വരന്മാർ വളരെ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു. ഈ കലികാലത്തിൽ ജനങ്ങൾക്ക് ഒന്നിനും സമയമുണ്ടാവില്ല. അപ്പോൾ അവരെ ഇങ്ങനെ ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിച്ചാൽ മതിയോ? അവർക്കും വേണ്ടേ എന്തെങ്കിലും ഒരു മോചനം എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അനേകം പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നമുക്കുണ്ടായി. വേദവും വേദാംഗങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ കുറേ സമയം വേണം, അതിന് കുറേ വിഷമമുണ്ട്. എന്നാൽ കുറേ കഥകൾ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഈ തത്വങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ ഋഷീശ്വരന്മാർ അനേകം കഥകൾ നമുക്ക് പറഞ്ഞു തന്നു. അതൊക്കെ കേട്ട് നമ്മൾ ഈ
കലിയുഗത്തിലെ ജനങ്ങളൊക്കെ ശുദ്ധരായി തീർന്ന് കലിയുഗത്തിൽ കിട്ടിയ ഈ ജന്മത്തെ സഫലമാക്കാൻ ശ്രമിക്കണം എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആ ഒരു പുണ്യം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം പൂന്താനം നമ്പൂതിരിയുടെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ജ്ഞാനപ്പാനയാണ്. ജനകീയ കവികളിൽ ശ്രേഷ്ഠനാണ് പൂന്താനം നമ്പൂതിരി, നമുക്കറിയാം. കാരണം ഏറ്റവും പറ്റിയത്, ഈ യുഗത്തിന് ഏറ്റവും പറ്റിയത് ഭക്തിമാർഗമാണ് എന്നും നാമസങ്കീർത്തനമാണ് ഓരോ മനുഷ്യരും ചെയ്യേണ്ടതെന്നും നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു അദ്ദേഹം. അതിനുവേണ്ടി ഈ ലോകത്തിൻ്റെ ക്ഷണികത, നിസ്സാരത, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പച്ച മലയാളത്തിൽ മനസ്സിലാക്കി തരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലും ഇത് തന്നെയാണ്, നാമസങ്കീർത്തനമാണ് ഏറ്റവും പ്രധാനം എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. അപ്പോൾ പരമപുരുഷാർത്ഥ സിദ്ധിക്ക് നമുക്ക് വേണ്ടത് എന്താണ്? മോക്ഷ സാധന സാമഗ്രിയം ഭക്തിരേവഗരീയസി എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഭക്തിയാണ് ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഭക്തിവർദ്ധനയ്ക്കുള്ള മൂല്യ കാരണം എന്താണ്? നാമസങ്കീർത്തനമാണ്. അതിനെന്തെങ്കിലും പണിയുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ ഇല്ല. നവവിധ ഭക്തികളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം എന്ന് തുടങ്ങി 9 സോപാനങ്ങളുണ്ട്. ഈ 9 ചവിട്ടുപടികൾ എവിടേക്കുള്ളതാണ്? ആധ്യാത്മികമായ ഉന്നതിക്ക് നമ്മെ സഹായിക്കുന്നതാണ് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആധ്യാത്മികമായ ഭൗതികമായ ഉന്നമനം നമുക്കിപ്പോൾ ഉണ്ട്. എല്ലാവരും വളരെ നമ്മളെ സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങളിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആത്മീയമായ ഉന്നതിക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ഭൗതികമായ ഉന്നമനത്തോടൊപ്പം തന്നെ ആധ്യാത്മികമായ ഉന്നമനം കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂന്താനം നമ്പൂതിരി ഈ മലയാള ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ വളരെ മനോഹരമായ കുറേ കീർത്തനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ യഥോ ഭക്തി സ്തതോ ജയ എന്ന് പറയും. അതുപോലെ ഭവേ ഭവേ യഥാഭക്തി പാദയോ സ്തവജായതേ തഥാ കുരുഷ്വദേവേശ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും. അപ്പോൾ ഈ കീർത്തന സാഹിത്യത്തിൻ്റെ കീർത്തി പതാകയായിട്ടാണ് ആസ്വാദകർ പൂന്താനത്തെ വിശേഷിപ്പിക്കുന്നത്, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയെയും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നാണെങ്കിൽ, ആധ്യാത്മിക തലത്തിലേക്ക് നമ്മളെ ഇങ്ങനെ കൈ പിടിച്ചുയർത്തുന്നത് പ്രയാസപ്പെട്ടിട്ടല്ല, അനായാസമാണ്. അതിലേക്ക് കയറിപ്പോവാൻ നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല. കാരണം ധാരാളം കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ അനുഭവിക്കുന്ന, നമ്മൾ കാണുന്ന കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ഇത് ശരിയല്ല എന്നൊരാളും പറയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നന്മയെയും തിന്മയെയും കൊള്ളേണ്ടതിനെയും തള്ളേണ്ടതിനെയും നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന മനോഹരമായ കാവ്യമാണ് ഈ ജ്ഞാനപ്പാന. അപ്പോൾ ജ്ഞാനപ്പാനയിലെ കുറച്ച് വരികൾ അറിയാത്തതായിട്ട് ഈ മലയാളികളുണ്ടാവില്ല. മുമ്പൊക്കെ നമ്മുടെ സന്ധ്യാസമയങ്ങളിൽ ഭഗവത് കീർത്തനങ്ങൾ നമ്മൾ ആലപിക്കുന്ന സമയത്തൊക്കെ നമ്മളെല്ലാവരും ചൊല്ലിയിരുന്നതാണ് അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേൻ. ഇത് ചൊല്ലാത്തത് ആരാ ഉണ്ടായിരുന്നത് മുമ്പ് അല്ലേ? എല്ലാവരുടെ നാവിലും ഇങ്ങനെ തത്തിക്കളിക്കുന്ന ആ ഈരടികളായിരുന്നു പൂന്താനം കവിയുടേത്. അപ്പോൾ പൂന്താനം തിരുമേനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇല്ല പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത് കൂടല്ലൂർ തിരുമേനിയുടെ പുനർജന്മമാണ് പൂന്താനം തിരുമേനി എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭാഗവത പാരായണത്തിൽ അതിവിദഗ്ധനായിരുന്നു അത്രേ അദ്ദേഹം. അർത്ഥം പറയുന്ന വ്യാഖ്യാനിക്കുന്ന സമയത്ത് ആളുകൾ അതിലിങ്ങനെ ലയിച്ചു പോകും. അങ്ങനത്തെ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോഴാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ
അദ്ദേഹം കർഹിജിത് അധ്യായം വായിച്ച് അവസാനിപ്പിച്ച് ഇനി നാളെ വായിക്കേണ്ട ഭാഗം എടുത്തു വെച്ച് പോരും. പിറ്റേ ദിവസം ചെല്ലുമ്പോഴും ഈ കർഹിജിത് അധ്യായം തന്നെ ആയിരിക്കും അത്രേ അവിടെ വായിക്കേണ്ടതായിട്ട് കാണുക. എങ്ങനെ കുറേ പ്രാവശ്യം ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ ഇതാരപ്പോൾ ഇതിങ്ങനെ ചെയ്യണത് എന്ന് അദ്ദേഹത്തിന് സംശയമായി. അപ്പോൾ ആരത് ചെയ്യണത്? അത് ഞാൻ തന്നെയാണ്, പരമേശ്വരൻ തന്നെയാണ് ചെയ്യണത്. എനിക്ക് തിരുമേനിയുടെ വായിച്ച് കേട്ടും മദ്യമായില്ല, അതുകൊണ്ട് ഇനിയും വായിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗവത വായനയും ആ അർത്ഥം പറയലും കേട്ടും മദ്യമാഞ്ഞിട്ടാണ് തിരുമേനി എന്ന് പറഞ്ഞു എന്നൊക്കെ കഥയുണ്ട്. അത് കഴിഞ്ഞ് തിരുമേനി പോരുമ്പോഴും പാർവതിയും പരമേശ്വരൻ വായിക്കുന്നു, പാർവതീദേവി കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹം കേൾക്കുകയാണത്രേ. എന്നാലും ആ പൂന്താനം വായിക്കണം അത്ര രസമില്ല കേട്ടോ ഭഗവാനെ എന്ന് പറഞ്ഞു അത്രേ പാർവതീദേവി. അപ്പോൾ അത്ര രസകരമായിട്ട് ഭക്തിയുടെ നിറവാണ്, ആ ഭക്തിയിൽ നിന്നും ഇങ്ങോട്ട് വരുന്നതാണ് എന്നതുകൊണ്ടാണ് അതിന് ഇത്ര മാധുര്യം വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് കർഹിജിത് ഭട്ടതിരി എന്നൊരു പേരും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കവികളൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തുന്നത് മലയാളമുറ്റത്തെ കൃഷ്ണതുളസി എന്നാണ്. അതായത് മലയാള ഭാഷയുടെ ആ അത്രയധികം സ്നേഹിച്ചുകൊണ്ട് ആ പച്ച മലയാളത്തിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം കവിതകൾ എഴുതിയിരിക്കുന്നത്. സംസ്കൃതത്തിലും എഴുതിയിട്ടുണ്ട്, തമിഴിലും എഴുതിയിട്ടുണ്ട്, എഴുതായിയല്ല. പക്ഷെ കൂടുതലും ഈ പാന എന്നുള്ള ഒരു മാധ്യമത്തിൽ കൂടെയാണ്, ഒരു സമ്പ്രദായത്തിൽ കൂടെയാണ് അദ്ദേഹം വളരെ മനോഹരമായിരിക്കുന്ന സന്താനഗോപാലം പാന എഴുതിയിട്ടുണ്ട്. ഈ ഒരു ജ്ഞാനപ്പാനയും ഉണ്ട്. അപ്പോൾ ഈ പാന പറയുമ്പോൾ പാട്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ജ്ഞാനത്തിൻ്റെ പാട്ട് തന്നെയാണിത്, ജ്ഞാനപ്പാന. ജ്ഞാനം നമ്മൾക്ക് ഉണ്ടാക്കിത്തരുന്ന രീതിയിൽ പാടുന്ന ഒരു പാട്ട്. അത് വളരെ അർത്ഥവത്തായാണ്. ഉപനിഷത്ത് തത്വങ്ങളാണ് അതിലൊക്കെ പറയുന്നത്. അപ്പോൾ ഉപനിഷത്തുകളൊക്കെ പഠിക്കാനും വേദങ്ങളൊക്കെ പഠിക്കാനും സാധിക്കാത്ത ആൾക്കാർക്കും അവരുടെ അവസ്ഥകൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം എന്ന ചിന്തയോടുകൂടി തന്നെ ഭഗവത്ഗീതയെ പോലെ അതിലുള്ള ആ ആധ്യാത്മിക തത്വങ്ങളെയും പ്രതിപാദിച്ചു കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മലയാളത്തിലെ ഭഗവത്ഗീത എന്നൊക്കെ ജ്ഞാനപ്പാനയെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്രയും വിശിഷ്ടമായ ഒരു ഗ്രന്ഥമാണ് ജ്ഞാനപ്പാന. വളരെ ഹൃദയസ്പർശിയായ രീതിയിലാണ്. അതാണ് വള്ളത്തോൾ മഹാകവിയൊക്കെ പറഞ്ഞ് പൂന്തേനാം പല കാവ്യം കണ്ണനു നിവേദിച്ച പൂന്താനം ജ്ഞാനപ്പാന പാടിയ പുംസ്കോകിലം. പൂന്തേൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂന്തേനാം എന്ന് പറഞ്ഞാൽ തേന് രുചിക്കാൻ വളരെ എളുപ്പമല്ലേ, വല്ല ബുദ്ധിമുട്ടുണ്ടോ? തേൻ അങ്ങോട്ട് വായിലിട്ടാൽ അതിൻ്റെ രസം നമുക്കിങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും അയത്നലളിതമായിട്ട്. അതുപോലുള്ള കവിതകൾ മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ച ആ മഹാനായ പൂന്താനം നമ്പൂതിരിയുടെ പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളെക്കുറിച്ചൊക്കെ നമ്മൾക്കൊന്ന് സംവദിക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ജ്ഞാനപ്പാനയുടെ സൃഷ്ടിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് അദ്ദേഹം വളരെ കാലം കുട്ടികളൊന്നുമില്ലാതെ വിഷമിച്ചിരുന്നിരുന്നു. അങ്ങനെ ഭഗവത് കൃപ കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഉണ്ണി ഉണ്ടായി. ആ കുട്ടിയുടെ ചോറൂണ് ദിവസം പലരുടെയും അശ്രദ്ധ കൊണ്ടാണ്, ആരും വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, പക്ഷേ ആ കുട്ടിയുടെ ജീവൻ പോവുകയാണ്. ആറ്റുനോറ്റ് ഉണ്ടായ ഒരു കുട്ടിയാണ്, കണ്ട് മതിയായിട്ടില്ല. അങ്ങനെയുള്ള ഒരു കുട്ടി അങ്ങോട്ട് ഇല്ലാതെ ആയപ്പോൾ അദ്ദേഹം ആകെ തളർന്നു പോയിട്ടുണ്ടാകണം. പക്ഷേ നമ്മളെപ്പോലെ അദ്ദേഹം അതിൽ തന്നെ നിന്നില്ല. അതിൽ നിന്നുണ്ടായ ആ ശോകത്തിൽ നിന്നുണ്ടായ തീവ്ര വൈരാഗ്യം, അതിൽ നിന്ന് അദ്ദേഹം എഴുതിയ കവിതയാണ് ജ്ഞാനപ്പാന. അപ്പോൾ വാൽമീകിയുടെ കാര്യത്തിലൊക്കെ പറയാറുണ്ട്, ശോക ശ്ലോകത്വമാകത എന്ന് പറയാറുണ്ട്.
ശോകാർത്ഥസ്യ പ്രവൃത്തോമേ ശ്ലോകോ ഭവതു നാന്യഥ എന്ന് പറയും. ഈ ശോകം ഇങ്ങനെ വികാരം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു അതിൽ ശ്ലോകങ്ങളാണ് ഉണ്ടായത്. സാധാരണ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മളാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ മരണത്തോടു കൂടി ജീവിതം ഇനി എന്തിനാണ് എനിക്ക് എന്ന് വിചാരിച്ച് ജീവിതം തന്നെ മടുപ്പായിട്ട് നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, ദുരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും. പക്ഷേ പൂന്താനം എന്താ ചെയ്തത്? ആ തീവ്ര ദുഃഖത്തെ ഭഗവാനിലേക്ക് തിരിച്ചുവിട്ടു. ആ ഭഗവാനിലേക്കുള്ള ഭക്തിയായിട്ടത് മാറി. ആ ഭക്തിയിൽ നിന്ന് അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായി. ആ ജ്ഞാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് വൈരാഗ്യമുണ്ടായി. അങ്ങനെ ആ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളിൽ നിന്ന് ഉണ്ടായതായ ആ തീച്ചൂളയിൽ നിന്ന് തന്നെ പറയാം, തീവ്ര ദുഃഖത്തിൻ്റെ തീച്ചൂളയിൽ നിന്നുണ്ടായ ജ്ഞാനത്തിൻ്റെ ആ നെയ്വിളക്കാണ് ജ്ഞാനപ്പാന എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളും ആവണം എന്നാണ് നമ്മൾ ഇതിന്ന് പഠിക്കേണ്ടത്. അദ്ദേഹം ഏത് രീതിയിലേക്ക് എത്തി എന്ന് അവിടെ പറയുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഇതിന് ഓരോരുത്തരെ കുറ്റങ്ങൾ പറയും നമ്മളല്ലേ. അയാൾ കാരനാണ്, ഇയാൾ കാരനാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് അതിന് മറ്റുള്ളവരുടെ നേരെ പഴിചാരിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ ഭഗവാൻ ഒന്നും അല്ല, അതിനത് എൻ്റെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെയും ഇതുപോലുള്ള സന്ദർഭങ്ങൾ വന്നു ചേരുന്ന സമയത്ത് ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ആ ദുഃഖത്തെ എങ്ങനെയാണ് തരണം ചെയ്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിനാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. പൂന്താനം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇനി നമ്മളോട് എങ്ങനെ കേൾക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഏത് അവസ്ഥയിലേക്ക് എത്തിത്തീർന്നു? ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി. ആ ഒരവസ്ഥയിലേക്ക്, ഉണ്ണിക്കണ്ണൻ ഉണ്ടല്ലോ എനിക്ക് മകനായിട്ട്, പിന്നെ എന്തിനാ എനിക്ക് വേറെ മക്കൾ എന്ന രീതിയിലേക്ക് അദ്ദേഹം ഉയർന്നു. അങ്ങനെയുള്ള ഒരു എന്താണ് അതിന് നമ്മളെ ഇപ്പോൾ പറയുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും അല്ലേ. നല്ല രീതിയിൽ അതിനെ ചിന്തിക്കുക. എന്ത് ദുഃഖങ്ങൾ വന്നാലും അത് വരും, അത് ഭഗവാന്റെ എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ്, അത് ഇങ്ങനെ അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ച് സമാധാനിച്ച് ഇനിയുള്ള ജീവിതം ഇതിലും ഇതുവരെ ജീവിച്ചേക്കാളും നല്ലതായിട്ട് ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്ന് പൂന്താനം മഹാകവിയുടെ ആ ഈ സംഭവത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദുസ്സഹങ്ങളായ ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അത് ഭഗവാൻ നമ്മളെ ഇങ്ങനെ എന്താണ് പാകപ്പെടുത്തുകയാണ് എന്നാണ് പറയുന്നത്. ഉരുക്കിടുന്നു മിഴിനീരിലിട്ടു മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി. ഒരു മനുഷ്യഹൃത്താം കനകത്തെ എന്തോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. നമ്മളെ ഇങ്ങനെ ഈ സ്വർണം ഒരുക്കിയിട്ട് ഓരോരോ ആഭരണങ്ങൾ ഉണ്ടാക്കില്ലേ, അതുപോലെ നമ്മുടെ ചിത്തത്തിനെ ഇങ്ങനെ സ്ഫുടം ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ നമുക്ക് ദുഃഖങ്ങൾ തരുന്നത്. ദുഃഖം വരുമ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് കൂടുതൽ നമ്മളൊക്കെ ആകർഷണം ഉണ്ടാവാറില്ലേ? സാധാരണ എങ്ങനെയാണ് പതിവ്? ദുഃഖങ്ങൾ നമുക്ക് കൂടുതലുണ്ടാകുമ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ ഓടി വരികയാണ് ചെയ്യണത്. അതല്ലെങ്കിൽ നമ്മൾ പറയും മഞ്ഞുണ്ട്, മഴയുണ്ട്, വെയിലുണ്ട്, ഇന്ന് അതുണ്ട്, എനിക്ക് ഇത്തിരി തലവേദന ഉണ്ട് എന്ന് പോണില്ല, അങ്ങനെ അമ്പലത്തിലേക്ക് പോകണില്ല, ഭഗവാനെ പ്രാർത്ഥിക്കണില്ല, എന്ന് സഹസ്രനാമം ചൊല്ലണില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ദുഃഖം നിറയെ മനസ്സിലങ്ങോട്ട് നിറഞ്ഞാലോ ഒരു മഴയും വെയിലും ഒന്നും നമുക്ക് ബാധകമല്ല, നമ്മൾ ഓടി ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യണത്. അപ്പോൾ ദുഃഖങ്ങൾ തരുന്നത് നമ്മളെ നന്നാക്കാനാണ്, നമുക്കുള്ള ഓരോരോ നമ്മളെ സ്ഫുടം ചെയ്തെടുക്കാനാണ് എന്ന് ഓരോ ഭക്തരും ചിന്തിക്കണം എന്ന് ആണ് പൂന്താനം നമ്പൂതിരിക്ക് പറയാനുള്ളത് നമ്മളോട്. അതുകൊണ്ട് ഈ കീർത്തന സാഹിത്യത്തിൽ ഈ പാനപ്പാട്ട് ആ കീർത്തന സാഹിത്യത്തിന് വളരെ അനുഗുണമാണ്. അതിൽ സർപ്പിണി എന്ന വൃത്താണ്. അത് ഭക്തിഭാവത്തിന് അനുസരിച്ച ഒരു വൃത്തമാണ് എന്നതുകൊണ്ട് ആ സർപ്പിണി വൃത്തത്തിലാണ് ഈ പാന എഴുതപ്പെട്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മളൊക്കെ ഈ ജ്ഞാനപ്പാനയിലെ വരികളെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ചൊല്ലുകയും ചെയ്യാം. കൂടെ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നത് പുതിയ തലമുറക്കാരും ഇല്ല. അതുകൊണ്ട് പഴയ തലമുറയിലെ ആൾക്കാർ, പഴയതെന്ന് പറഞ്ഞാൽ ഒരു മധ്യവയസ്കരായവർക്കൊക്കെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന അറിയാം. അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹം എന്താണ് ചെയ്യാൻ പോണത്, ഏത് ഗ്രന്ഥം തുടങ്ങുമ്പോഴും നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടിയിട്ട് മംഗളം അനുഷ്ഠിക്കണമെന്നുണ്ട് ഭഗവത് പ്രാർത്ഥന. നമ്മളൊക്കെ അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. ശരിക്കും പറഞ്ഞാൽ ഭാരതീയരുടെ ഒരു സംസ്കാരമാണ്. ഏത് ഗ്രന്ഥകർത്താവും ചെയ്യുന്നതാണ്. അത് തുടങ്ങുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അച്യുതമായ ആനന്ദം എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്ത ആനന്ദം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ആൾ. അങ്ങനെയുള്ള ആളോടല്ലേ സന്തോഷം ചോദിക്കാൻ പറ്റൂ. നമ്മൾ ആരോടെങ്കിലും ചെല്ലുമ്പോൾ നമ്മളെക്കാൾ കഷ്ടമാണ് അവരുടെ സ്ഥിതിയെങ്കിൽ പിന്നെ അവരോട് നമ്മൾ വല്ലതും ചോദിച്ചിട്ട് കണ്ട് എനിക്ക് ഇത്തിരി സന്തോഷം സുഖവും തരുമോ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്നും സുഖമായിട്ടിരിക്കുന്നവൻ, ച്യുതിയില്ലാത്ത ആനന്ദത്തോടു കൂടിയവനായ ആ ഭഗവാനെ അങ്ങ് രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകലാരോഗ സത്യം സത്യം വദാമ്യഹം പറയാറുണ്ട്. അപ്പോൾ ഇതൊരു ഔഷധമാണ്. ഈ ഔഷധം സേവിച്ചാൽ നമ്മുടെ രോഗങ്ങളൊക്കെ പോകും എന്നാണ് പറയുന്നത്. ഭവരോഗങ്ങൾ, ശാരീരികവും മാനസികമായിട്ടുള്ള രോഗങ്ങളുണ്ടല്ലോ, നമുക്ക് സംസാര സാഗരത്തിലെ ദുഃഖങ്ങൾ, അതൊക്കെ ഇല്ലാതാവാൻ ഈ നാമം ചൊല്ലിയാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഗുരുനാഥന്മാരെ വന്ദിക്കുക എന്നതാണ്. ഇതൊക്കെ ഭാരതീയ സംസ്കാരത്തിൻ്റെ മുഖമുദ്രകളാണ്. അപ്പോൾ ഗുരുനാഥന്മാരെ വന്ദിക്കുക എന്നതും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ശങ്കരാചാര്യസ്വാമികളൊക്കെ പറയുന്നു, ശരീരം സ്വരൂപം തഥാവാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരഘ്രിപത്മേ മനശ്ചേന്ന ലഗ്നം തതയ്ക്കും 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 തതയ്ക്കും. എന്തുണ്ടായിട്ടെന്താ കാര്യം എന്നാണോ ചോദിക്കണേ? നല്ല രൂപം, നല്ല ഭാര്യ, നല്ല യശസ്, ധനം ഇഷ്ടം പോലെ, എന്നാലും മനസ്സ് ഗുരുപദങ്ങളിൽ സമർപ്പിക്കാത്ത ഒരാൾക്ക് എന്തുണ്ടായിട്ടെന്താ കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് വഴിയാണോ നമ്മൾ വന്നത്, നമ്മൾക്ക് ആരാണോ വിദ്യ പകർന്നു തന്നത്, ആ പരമഗുരുവിനെ ആദ്യം അതിനൊക്കെ ഇടവരുത്തിയ ജഗദീശ്വരനെ ആദ്യം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഗുരുനാഥന്മാരെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് വായിക്കുമ്പോഴും ആനുകാലികമായിട്ട് അതിന് വല്ല പ്രസക്തി ഉണ്ടോ എന്ന് കൂടി നമ്മളെപ്പോഴും ചിന്തിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ശരി, ചെയ്യുന്നില്ലെങ്കിലോ ചെയ്യണം. അത് നമ്മളെ ഉപദേശിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വിനയം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പദവിയിലെത്തിയാലും ഉണ്ടാകണം എന്ന് ഈ ഒരു വാക്കുകളെ കൊണ്ട് പൂന്താനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്നിട്ട് പിന്നെ എന്താണ് പറയണത്? തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. അപ്പോൾ ഈ ഗുരുനാഥൻ്റെ തുണ കൊണ്ടാണ് എനിക്കിത് സാധിച്ചത്. എന്താണ് എനിക്ക് വേണ്ടത്? തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം. എൻ്റെ നാവിൽ എപ്പോഴും രാമ രാമ നാരായണ നാരായണ എന്നുള്ള നാമം ഉണ്ടാകണമേ. അതെന്താണെന്നാണ് പറയുന്നത്? നരജന്മം സഫലമാക്കിയിടുവാൻ. ഈ നരജന്മം നമ്മൾക്ക് സഫലമാകണമെങ്കിൽ ഈ നാമജപം നമ്മൾ ചെയ്തേ പറ്റൂ. അതാണ്
നമ്മളോട് പറയാറുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ പ്രഭാഷകൻ പറഞ്ഞു ജപയജ്ഞോസ്മി, ഞാൻ യജ്ഞങ്ങളിൽ ആരാണ്? ജപയജ്ഞമാണ്. അപ്പോൾ ഹരേർ നാമൈവ 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 മമ ജീവനം കലോ നാസ്തേവ 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 ഗതിരന്യഥ. അതുമാത്രം മതി, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഹരിയുടെ നാമങ്ങളിങ്ങനെ ജപിച്ചോളൂ. അതിനെന്താ ഒരു ബുദ്ധിമുട്ടുള്ളത്? അതിനെവിടെയും പോകേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിലിരുന്നാൽ മതി. സമയം പോവുകയാണ് എന്നുള്ള പേടി വേണ്ട. നടക്കുമ്പോഴും ഒരിടത്തിരിക്കുമ്പോഴും സദാ ഭുജിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴായാലും വേണ്ടില്ല, നിങ്ങൾ ഓരോരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം ചേതസി ഭവദ്രൂപം കാണേണം ദയാനിധി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ ഭഗവത് നാമങ്ങൾ ഇങ്ങനെ ഉച്ചരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ചെയ്താൽ എന്താ ഒരു ഗുണം? ചീത്ത ചിന്തകൾ മനസ്സിൽ വരില്ല. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു വന്നാൽ മറ്റൊരാളെക്കുറിച്ചുള്ള ചീത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരില്ല. മറ്റൊരാളെക്കുറിച്ച് ചീത്ത വാക്കുകൾ വരില്ല, ചിന്തകൾ വരില്ല, പ്രവൃത്തികൾ വരില്ല. പോരെ, ഇത് മതി നമ്മളെ നന്നാക്കാൻ. നമ്മളിപ്പം മിക്കവാറും സമയം ദിവസത്തിൽ പകുതി സമയവും മറ്റുള്ളവരെക്കുറിച്ച്, മറ്റുള്ളവർ നമ്മൾക്ക് ചെയ്ത അപകാരങ്ങളെക്കുറിച്ച് ഒക്കെ ചിന്തിച്ചാണ് സമയം കഴിക്കുന്നത്. അത് ഒഴിവായി കിട്ടും. നല്ല കാര്യമല്ലേ? സമാധാനം ഉണ്ടാവില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ നമുക്ക്. ഇത് ഒരു വരി എടുത്താൽ തന്നെ കുറേ പറയാനുണ്ട്. പിന്നെ കാലത്തിൻ്റെ അവസ്ഥ പറയാണ്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല, ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമന്നേതും അറിഞ്ഞില്ല. എത്ര ലളിതമായിട്ടാണ് പറഞ്ഞു തരണല്ലേ നമുക്ക്. ഇന്നലെയോളം ആരാ നമ്മൾ അറിയോ? നമ്മൾ എവിടെയായിരുന്നു? ആരുടെ മകളായിരുന്നു? ആരുടെ മകനായിരുന്നു? നരജന്മമായിരുന്നോ? വല്ല പൂച്ചയോ പട്ടിയോ പുഴുവോ ആയിരുന്നോ? അറിയില്ല. പിന്നെ നാളെ എന്താ വരിക? അതും അറിയില്ല. അപ്പോൾ ഭൂതം കഴിഞ്ഞു പോയി, ഭാവി വരാൻ പോകുന്നു, അനിശ്ചിതമായ ഭാവി. ഉള്ളത് എന്താണ്? ഈ സമയമാണ്, ഈ വർത്തമാനകാലമാണ്. ആ വർത്തമാനകാലത്തിൽ കഴിഞ്ഞുപോയ ഭൂതത്തെക്കുറിച്ചും വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചും ആശങ്കപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ നമ്മളെന്താ ചെയ്യാറ്? അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, എന്നാൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുമായിരുന്നു പറയാറില്ലേ നമ്മൾ? കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ടാണ് ദിവസത്തിൻ്റെ പകുതി കളയുന്നത്. പിന്നെ ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ഇപ്പം എല്ലാവർക്കും ആങ്സൈറ്റിയാണ്. എന്താ സംഭവിക്കുക അടുത്ത ഭാവിയിൽ, അതാലോചിച്ചിട്ട് ടെൻഷൻ. അങ്ങനെ എല്ലാവർക്കും മാനസികമായ പിരിമുറുക്കാണ് എല്ലാവർക്കും ഇപ്പോൾ ഉള്ളത്. എന്തിനാണത്? അത് ആവശ്യമില്ല എന്നാണ് പൂന്താനം നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഈ ആയുസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മളുണ്ട്, നാളെ ഈ പോയ ശ്വാസം ഇങ്ങോട്ട് വരാനാ പോയേ കഴിഞ്ഞില്ലേ കാര്യം. എത്രയോ അനുഭവങ്ങൾ നമുക്കില്ലേ? പ്രസംഗിച്ചു കൊണ്ടിരിക്കണ സമയത്ത് വീണ് മരിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതൊക്കെ നമ്മളുടെ മുമ്പിൽ കണ്ടിട്ടും നമ്മൾ പഠിക്കുന്നില്ല. അഹങ്കാരികളായിട്ട് എന്താണ് എനിക്ക് കുറവുള്ളത്, ഞാൻ ആരുടെ മുമ്പിൽ എന്തിനാണ് തലകുനിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് അഹങ്കാരികളായിട്ട് എല്ലാവർക്കും ദ്രോഹം ചെയ്തുകൊണ്ട് ആർക്കും ഒരു ഉപകാരം ചെയ്യാതെ ജീവിച്ചു പോകുന്ന എത്ര മനുഷ്യജന്മങ്ങൾ ഈ ലോകത്തുണ്ട്. അതാണ് പൂന്താനം തിരുമേനി നമുക്ക് പറഞ്ഞു തരുന്നത്. ആയുസ് എത്ര കുറച്ചേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. എന്നാലും ഒന്നുകൂടി ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് കുറേ കൂടി അറിവ് അതൊന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം പ്രത്യായാന്തി പുനർന്ന ദിവസാ കാലോ ജഗദ്ഭക്ഷക ലക്ഷ്മീ തോയ തരംഗഭംഗചപല വിദ്യുച്ഛലം ജീവനം തസ്മാത് മാം ശരണാഗതം ശരണത ത്വം രക്ഷാധുനാ. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആയുസ് ഇങ്ങനെ നശിച്ചു പോവുകയാണ്. യാതിക്ഷയം യൗവനം. ഇന്ന് നമുക്ക് യൗവനാണെങ്കിൽ അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു.
പിന്നെ പോയ ദിവസത്തിൽ പോയ സമയത്തിൽ ഒരു കണിക പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. കാലോ ജഗത് ഭക്ഷക. ലക്ഷ്മിയാണെങ്കിലോ നമ്മൾ ആർജിച്ച ധനമാണെങ്കിലോ നമ്മുടെ കൂടെ ഇരിക്കുമോ? തോയ തരംഗ ഭംഗ ചപല. ഈ വെള്ളത്തിലെ തരംഗങ്ങളെ പോലെ ചപലയാണ്. ഇന്നുണ്ടെങ്കിൽ നാളെ ഇല്ല. എത്രയോ പേര്, എത്രയോ കോടീശ്വരന്മാരായിരുന്നവർ ഒന്നുമില്ലാത്തവരായിത്തീരുന്നു അല്ലേ? ഒരു മഹാപ്രളയം അങ്ങോട്ട് വന്നപ്പോഴേക്കും ഇന്നലെ വരെ എവിടെ മാളിക മുകളിലേറിയ ആളുടെ തോളിൽ മാറാപ്പായി, ഒരു കുടിവെള്ളം പോലും കിട്ടാതെ വിഷമിക്കുന്നത് നമ്മൾ കാണുന്നു. അവർ വിചാരിച്ചിട്ടുണ്ടാവുമോ ഇത്രയൊക്കെ എനിക്ക് സംഭവിക്കുന്നത്? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു നിമിഷം നമ്മുടെക്കുള്ളതാണ്. ആ നിമിഷത്തെ എങ്ങനെയാണ് നമ്മൾ നന്നാക്കേണ്ടത്? എങ്ങനെ നല്ലവരായി ജീവിക്കാം? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആയുസ് എത്രയാണെന്നറിയില്ല, ആരോഗ്യം എത്ര കാലം നമുക്കുണ്ടാവുമെന്നറിയില്ല. കുറേ കാലമൊക്കെ കഴിയട്ടെ, റിട്ടയർ ആവട്ടെ, എന്നിട്ട് ഞാൻ ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയണവരുണ്ട്. ഇപ്പം സമയമില്ല. അതിന് സമയം റിട്ടയർ ആവുന്നവർ നിങ്ങൾ ഉണ്ടാവുമെന്നെന്താ ഉറപ്പ്? അത് ഉണ്ടാവും. പിന്നെ നമ്മൾ സമയമായി കഴിഞ്ഞാൽ, നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളൊന്നും പണിയെടുക്കില്ല. കണ്ണ് കാണാതെയാവും, ചെവി കേൾക്കാതെയാവും, പിന്നെ അംഗങ്ങളൊക്കെ ദുർബലങ്ങളാവും. ഇതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുമോ? ഇല്ല. അപ്പോൾ പ്രഭാഷണ വേദിയിലൊക്കെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യും. ഇരുന്നാൽ തുടങ്ങായോ ഉറക്കം അല്ലേ? എന്താണ് ആ പ്രായത്തിൻ്റെ അവശത കൊണ്ട് ഉറങ്ങിപ്പോകും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കഥകളൊക്കെ ഉണ്ട്. നമുക്കതൊന്നും പറയാനുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നവരെ ഉണർത്താൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ഒരു മുത്തശ്ശി പോവാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലിങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടും. അപ്പോൾ വീട്ടിലും ഒരു സ്വൈരവുമില്ല. എല്ലാ കാര്യത്തിലും വയസ്സായി എന്ന് വെച്ചാലും വയസ്സായ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കണം. ആ ഞാറപ്പക്ഷിയുടെ പോലെ ആവണം. ഭാഗവതത്തിലൊരു ഞാറപ്പക്ഷി ഉണ്ട്, അതുപോലെ ആവണം. പക്ഷേ എല്ലാവരും എത്ര പ്രായമായാലും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അങ്ങോട്ട് ഇടപെടും, മക്കളുടെ ആയാലും പേരക്കുട്ടികളുടെ ആയാലും ഒക്കെ. അപ്പോൾ അവർക്ക് അതൊരു വലിയ വിഷമമാണ്. അപ്പോൾ എന്നാൽ മുത്തശ്ശി എവിടെയെങ്കിലും പോയിരുന്നോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് ഭാഗവത സപ്താഹം നടക്കുന്നുണ്ടെന്ന് അമ്മ അവിടെ പോയിരുന്നോളൂ, അമ്മയ്ക്ക് അതൊക്കെ കേൾക്കാൻ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഇരുത്തുക. പേരക്കുട്ടിയും കൂടെ വിട്ടു, നോക്കണം കേട്ടോ അമ്മമ്മേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഭാഗവത സപ്താഹങ്ങൾ തുടങ്ങി മംഗളം പാടുമ്പോഴേക്കും മുത്തശ്ശി ഇരുന്നുറങ്ങാണ്. അപ്പോൾ ഇത് പ്രഭാഷകൻ ഇത് കണ്ടപ്പോൾ കുട്ടിയെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇവിടെ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നാളെ മുത്തശ്ശി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഉണർത്തണം കേട്ടോ. ഉണർത്തിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഇത്ര പൈസ തരാം, ഓരോ പ്രാവശ്യം ഉണർത്തുന്നതിന് ഇത്ര പൈസ തരാം. അപ്പോൾ നിനക്ക് അതിന് മിഠായിയൊക്കെ വാങ്ങാമല്ലോ, ചോക്ലേറ്റൊക്കെ വാങ്ങി കഴിക്കാം. അപ്പോൾ കുട്ടിക്ക് സന്തോഷമായി. ശരി ഞാനേറ്റു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നു. കുട്ടി മുത്തശ്ശി ഉറങ്ങാനേ സമ്മതിച്ചില്ല. ഓരോ പ്രാവശ്യം ഈ മുത്തശ്ശി ഉറങ്ങുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ ഇവന് പൈസ ഉണ്ടേ. അപ്പോൾ അവനെ ഒട്ടും സമ്മതിച്ചേ ഇല്ല. അങ്ങനെ അന്ന് മുത്തശ്ശി മുഴുവൻ കേട്ടു. എന്നിട്ട് പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം വന്നപ്പോൾ പഴയ പോലെ തന്നെ ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞു പോകുമ്പോൾ ചോദിച്ച്, എന്താ മോനെ നീ എന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ഇന്നലെ നീ ശരിക്കും ചെയ്തു, ഇന്ന് എന്താ ചെയ്യാതിരുന്നത്? അപ്പോൾ മുത്തശ്ശി പറഞ്ഞേ എന്നോട്, എന്നെ ഉണർത്താതിരുന്നാൽ ഞാൻ എനിക്ക് സ്വാമി തരുന്നതിനേക്കാൾ പൈസ തരാം, അപ്പോൾ എനിക്ക് കൂടുതൽ പൈസ കിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ വിളിക്കാതിരുന്നതാന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് നമ്മുടെ അംഗങ്ങളൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാവുമ്പോൾ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യണത് എന്തും നേരത്തെ ചെയ്യാം. ഇന്നാണെങ്കിൽ ഇന്ന്, വൈകി എന്നുള്ള ചിന്തയില്ലാതെ വേഗം അങ്ങോട്ട് തുടങ്ങാം, അതാണ് നല്ലത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ജ്ഞാനപ്പാന പറഞ്ഞു തരുന്നു. ഈ ലോകത്തിൽ പലതരം ആൾക്കാരാണ്. അധികാരി ഭേദമുണ്ട്. ചിലർക്ക് അനുഭവത്തിൽ നിന്ന് പാഠം പഠിയും, ചിലർക്ക് എന്ത് പറ്റിയാലും എന്തൊക്കെ തെറ്റ് പറ്റിയാലും പിന്നെ ആ തെറ്റന്നെ ആവർത്തിക്കും, അവരതൊന്ന് കരകയറിയില്ല. പിന്നെ ചിലരുണ്ട് ഈ ഇതിൽ നിന്ന് പാഠം പഠിച്ച് സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിന് വേദാന്തികൾ സാധനാ ചതുഷ്ടയം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇതിൽ ധാരാളം പറയുന്നുണ്ട് കേട്ടോ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സാധനാ ചതുഷ്ടയം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിത്യാനിത്യ വസ്തു വിവേകമാണ്. ഈ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ അനിത്യങ്ങളാണെന്നും ഈ അനിത്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നാളെ നമ്മുടെ കയ്യിലുണ്ടാവുന്നില്ല. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്
നശിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതൊക്കെ സത്യമാണ് വിചാരിച്ചിട്ട് ഇതിനെയൊക്കെ ഇങ്ങനെ വാരി കൂട്ടാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് എല്ലാ അനീതികളും ചെയ്ത് എത്ര സ്വത്തുണ്ടാക്കിയാലും പോരാ എന്ന് വിചാരിച്ച് അങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകും ഒരു നാൾ ഇതൊന്നും എൻ്റെ കയ്യിൽ വയ്ക്കാനുള്ളതല്ല, ഇതൊക്കെ പോവാനുള്ളതാണ് എന്ന് മനസ്സിലാകും. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക? അത് അനിത്യമാണ് എന്ന് മനസ്സിലായി. അപ്പം നിത്യമായത് എന്താണ് പിന്നെ? അതറിയാൻ വേണ്ടിയുള്ള ഒരു ജിജ്ഞാസ അവരുടെ ഉള്ളിലുണ്ടാകും. അതിന് നമ്മുടെ ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് വായിച്ചാൽ മനസ്സിലാവും നിത്യമായത് ഒന്നേ ഉള്ളൂ. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്നാണ് പറയുക. ഒന്നായിട്ടുള്ള ഒന്നിനെ പലതായിട്ട് പറയുകയാണ് ചെയ്യണത്. അത് ഒരിക്കലും നശിക്കുന്നുമില്ല. അപ്പോൾ ത്രികാല അബാധിതത്വം, നിത്യത്വം, സത്യത്വം എന്നൊക്കെ പറയും നമ്മൾ. 3 കാലങ്ങളിലും നശിക്കാത്തതിനെ മാത്രമേ നിത്യമായിട്ട് പറയാൻ പറ്റൂ. അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാക്കിയൊന്നുമില്ല. ഈ തത്വം നമുക്ക് മനസ്സിലാക്കി കഴിയുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ കാണുന്ന ലോകം തന്നെയാണ് സത്യം, അതിലെന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ചിലപ്പോൾ ചില തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചറിവുകൾ ആളുകളെ നല്ല പന്ഥാവിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പല ഈ നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗമാണ്. ഇഹ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ, അമുത്ര എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ. അപ്പോൾ ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള സുഖങ്ങളൊക്കെ ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് സ്വർഗം, നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും സ്വർഗം കിട്ടണം, സ്വർഗത്ത് പോണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പിന്നെ തിരിച്ചറിവുണ്ടാവുമ്പോഴാണ് മനസ്സിലാവണത് സ്വർഗത്ത് പോയിട്ടും കുറേ കാലമൊന്നും ഇരിക്കാൻ പറ്റില്ല. അത് പൂന്താനം ഇവിടെ പറയുന്നുണ്ട്, കുറച്ച് കാലം അവിടെ പോയി ഇരിക്കാൻ തന്നെ ഉള്ളൂ. ഇവിടുന്ന് കിട്ടിയതും കൊണ്ട് അവിടെ പോയി ഇരിക്കുക, അവിടുന്ന് ചിലവാക്കുക, അത്രയേ ഉള്ളൂ. ആ പുണ്യഫലങ്ങളൊക്കെ അവിടെ പോയിട്ട് ആസ്വദിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള എന്താണ്, അതൊരു വിസിറ്റിംഗ് വിസ പോലെയാണ്. നമ്മൾ പല കൺട്രീസിലും പോകുന്ന സമയത്ത് നമുക്ക് പെർമനൻ്റ് വിസ അല്ല സ്വർഗത്തിൽ പോവുക എന്നുള്ളത്. സ്വർഗപ്രാപ്തി എന്നത് ഒരു വിസിറ്റിംഗ് വിസ പോലെ കുറച്ച് കാലം പോയി താമസിക്കാം, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരണം. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്നാണ് പറയുക. പുണ്യങ്ങളൊക്കെ തീർന്നാൽ ഇങ്ങോട്ട് തിരിച്ചു വരണം. പിന്നെ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഠരേ ശയനം, ഇത് തന്നെ സ്ഥിതി. അപ്പോൾ ഇതില്ലാതെ ആവണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ നശിച്ചു പോകണം. അപ്പോൾ അതിനുള്ള ഒരു കാരണമാണ് അതൊക്കെ നശിപ്പിക്കാൻ, ഈ കർമ്മബീജം വരട്ടിക്കളയാൻ ഒക്കെയാണ് നമ്മളിവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്, ജന്മമെടുക്കുന്നത്. പല പല ശാസ്ത്രങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഓരോരുത്തർക്കും ഓരോന്നാണ് താല്പര്യം, അതിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. എല്ലാ വഴികളും പോകുന്നത്, പല വഴികളിൽ കൂടെ ഗുരുവായൂർക്ക് വരാമല്ലോ. ഏതൊക്കെ വഴി കൂടെ ഗുരുവായൂർക്ക് വരാം, ഭഗവാനെ കാണാം, പെരുന്തട്ട വരാം. പക്ഷെ എത്തുന്നത് ഈ അമ്പലത്തിലാണ്, വരുന്നത് പല വഴിയിൽ കൂടെയാണ്. അതുപോലെയാണ് ജ്ഞാനയോഗമായാലും കർമ്മയോഗമായാലും ധ്യാനയോഗമായാലും ഏത് ശാസ്ത്രമായാലും അതിലൊക്കെ പറയുന്നത് ഈ തത്വത്തെക്കുറിച്ച് മാത്രമാണ്. ആ തത്വത്തിലേക്ക് എത്തുക എന്നതാണ് ആവശ്യം. അതിന് ശമം വേണം, ദമം വേണം, അങ്ങനെ ശമദമാദി ഷഡ്ക സമ്പത്തി ഉണ്ടാകണം. അതിന് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ നമ്മൾ പഠിക്കണം. ഇന്ദ്രിയ നിഗ്രഹമുള്ള മനുഷ്യന് ലോകത്തിൽ ജയം, അല്ലാത്തവന് പരാജയം. അതാണ് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ എന്തത്ര പണിയുള്ളത്, എനിക്കൊക്കെ അതിന് സാധിക്കുമല്ലോ എന്നൊക്കെ നമ്മൾ പറയും. നല്ല പണിയുണ്ട് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ. ഇന്ദ്രിയങ്ങളിങ്ങനെ പുറത്തേക്കാണ്. പരാഞ്ചിഘാനി വ്യതൃണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. കഠോപനിഷത്ത് പറയുന്നു. പരാഞ്ചിഘാനി, നമ്മളുടെ ഖാനി ഇന്ദ്രിയങ്ങളെയൊക്കെ
പരാങ്മുഖങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഈ അങ്ങോട്ട് നോക്കും, കണ്ണോണ്ട് അങ്ങോട്ട് നോക്കും, ചെവി കൊണ്ട് ഇങ്ങനെ കേൾക്കും, അങ്ങനെ മൂക്കൊണ്ട് മണക്കും. ഇങ്ങനെ കാണുന്ന വസ്തുക്കളിലൊക്കെ കാണാനും മണക്കാനും കേൾക്കാനും സ്പർശിക്കാനും ഒക്കെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആ ആഗ്രഹങ്ങൾ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. പിടിച്ചാൽ കിട്ടില്ല, എളുപ്പമല്ല, കഷ്ടമാണ്. ഒരു 5 മിനിറ്റ് നേരം വേറെ ഒരു കാര്യവും ചിന്തിക്കാതെ നാമം ചെല്ലാൻ എത്ര ആൾക്ക് സാധിക്കുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഇന്ദ്രിയങ്ങളെ എവിടേക്കൊക്കെ പാഞ്ഞു പോകും ഇല്ലേ? ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ എങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബുദ്ധിയാകുന്ന സാരഥി എന്ത് ചെയ്യണം? മനസ്സാകുന്ന കടിഞ്ഞാണുകൊണ്ട് മുറുക്കെ ഇങ്ങനെ വലിക്കണം. പോവരുത്, ഇവിടെ ഇരിക്കേ എന്ന് പറയണം. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ പറക്കുണ്ടാവും അല്ലേ? മനസ്സിന് നല്ല സ്പീഡാണെന്നല്ലേ പറയുക അല്ലേ? അങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ആ മനസ്സിനോട് പറയണം പോവരുത്. മനസ്സാണ് ഈ കടിഞ്ഞാണേ, മനഃപ്രഗ്രഹയെ വച്ച മനസ്സാകുന്ന കടിഞ്ഞാണുകൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരയെ ബുദ്ധിയാകുന്ന സാരഥി വലിച്ചു പിടിക്കണം. അപ്പോഴേ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ അർജുനൻ ഭഗവാനോട് തുറന്ന് ചോദിക്കേണ്ടത് അല്ലേ? ചഞ്ചലം തു മനഃ കൃഷ്ണ പ്രമാധീ ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഏ ഭഗവാനെ, അങ്ങ് പറഞ്ഞു ഈ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം അർജുന എന്നൊക്കെ എന്നോട് പറയണ്ടേ. ഇതെങ്ങനെയാണ് പറ്റുക? എന്താണ് പറ്റുന്നില്ല? ചഞ്ചലം തു മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങിൻ്റെ പോലെയാണ്. അതിങ്ങനെ ഒരിടത്തും അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് എങ്ങനെയാണ് കൃഷ്ണ അത് സാധിക്കുക? ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാലും ആണ് ബലവത് ദൃഢം. എന്നെങ്ങനെ ബലമായിട്ട് ദൃഢമായിട്ട് ഈ ഇന്ദ്രിയങ്ങളിങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. ഈ മനസ്സിങ്ങനെ വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അത് ഞാൻ വിചാരിക്കുകയാണ്, വായോരിവ സുദുഷ്കരം. വായുവിനെ പിടിച്ച് കെട്ടുന്നത് എത്രമാത്രം ദുഷ്കരമാണോ അതുപോലെ കഷ്ടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭഗവാനെ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി തന്നെയാണ്. ഭഗവാന് നല്ലൊരു നയതന്ത്രജ്ഞൻ, നല്ല മാനസിക മനസ്സിനെ മനസ്സിലാക്കിയ ആളാണ് അല്ലേ? അദ്ദേഹം പറഞ്ഞു ശരിയാണ്, അസംശയം മഹാബാഹോ. അസംശയം ശരിയാണ്, നീ പറഞ്ഞത് വളരെ ശരിയാണ്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അർജുനനാകെ എന്താ അത് ഭഗവാൻ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ പറയണേ തോന്നും. ആദ്യം പറഞ്ഞു സമ്മതിച്ചു, അസംശയം ശരിയാണ്. മഹാബാഹോ എന്ന് വിളിക്കുകയും ചെയ്തു. ഓരോ സംബോധനയ്ക്ക് എന്തുമാത്രം അർത്ഥമാണ് ഭഗവത്ഗീതയിൽ. അപ്പോൾ മഹാബാഹോ, പിന്നെന്താണ്? നീ പറഞ്ഞത് ശരിയാണ്, അത് ദുർഗ്രഹം തന്നെയാണ്. പക്ഷേ അവസാനം പറഞ്ഞു സാധിക്കും. എങ്ങനെ? അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ തു ജായത്തെ. ശ്രമിക്കൂ. ഇന്ന് സാധിച്ചില്ല എന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് പോരല്ല വേണ്ടേ. നാളെയും പറ്റില്ല എന്ന് വരും, മറ്റന്നാളും പറ്റില്ല എന്ന് വരും. അതുകൊണ്ട് എനിക്കിതിന് പറ്റില്ല എന്ന് വിചാരിക്കരുത്. അഭ്യാസം പിന്നെയും പിന്നെയും ചെയ്യൂ, അപ്പോൾ നിനക്കത് സാധിക്കും. ഇങ്ങനെയാണ് നമ്മളെ ഓരോ കാര്യവും. അങ്ങനെയാണ്. എനിക്ക് സഹസ്രനാമമൊന്നും പഠിക്കാൻ പറ്റില്ല, എനിക്ക് ഈ ഭഗവത്ഗീതയൊന്നും പഠിക്കാൻ പറ്റില്ല, എന്നെക്കൊണ്ടൊന്നും ആവില്ലേ എന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. എന്നാൽ അതിനുവേണ്ടി പിന്നെയും പിന്നെയും ശ്രമിച്ചാൽ നമുക്കതിന് സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മനസ്സിനെ നിഗ്രഹിക്കാനുള്ള ആ ഒരു ട്രെയിനിങ്ങാണ് ഭഗവത്ഗീത നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ അത് കൊടുത്തു. അതൊക്കെ തന്നെയാണ് നമ്മുടെ പൂന്താനം കവിയും ഇവിടെ പറയുന്നത്. പിന്നെ മോക്ഷം കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം നല്ലതായിത്തീരുന്നത് എന്ന് പറയുന്നു. പിന്നെ ചങ്ങലകളുടെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. കർമ്മങ്ങൾ 3 തരം ചങ്ങലകളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പൊന്നിൻ ചങ്ങല, ഇരുമ്പ് ചങ്ങല, മിശ്ര ചങ്ങല എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് 3 ഗുണങ്ങളുണ്ട് നമ്മളിൽ, സത്വരജസ് തമോ ഗുണങ്ങൾ. ആ ഗുണങ്ങളാണ് നമ്മളെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ സത്വത്തോടു കൂടി ചേരുന്ന സമയത്ത് സുഖജ്ഞാനാദി വാസനകൾ അപ്പോഴും ഉണ്ടാവുന്നുണ്ട്, അതും നമ്മളെ ബന്ധിക്കുന്നുണ്ട്. പിന്നെ രജോ ഗുണം ഉണ്ടാകുമ്പോൾ ന്യായാന്യായ വിചാരങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാവില്ല. അവിടെ ഈ രാഗത്തിനും ദ്വേഷത്തിനൊക്കെ
പ്രാധാന്യം ഉണ്ടാവും. അപ്പോൾ ന്യായാന്യായ വിചാരം ചെയ്യാതെ കർമ്മത്തിൽ ഏർപ്പെടും നമ്മൾ. അതാണ് രജോ ഗുണം കൊണ്ടൊക്കെ സംഭവിക്കും. പിന്നെ നമ്മൾ വളരെ കർമ്മോന്മുഖത നമുക്കുണ്ടാക്കി തരുന്നത് രജോ ഗുണമാണ്. പിന്നെ മൂന്നാമത്തേത് താമസ ഗുണമാണ്. അത് പിഴച്ച് ചെയ്യുക, ഒന്നും ചെയ്യാതിരിക്കുക, ഉറങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു നിഷ്ക്രിയത്വത്തെ നമ്മളിൽ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയൊക്കെയാണ് സാമാന്യമായിട്ട് അതിനെ പറയുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ ബന്ധിക്കുന്ന ചങ്ങലയാണ്. അപ്പോൾ തനിക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് താമസ ഗുണക്കാർ ചെയ്യുക എന്നൊക്കെ അവിടെ പറയുന്നു. എന്തായാലും ഏതു കൂട്ടിലാണെങ്കിലും ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഏത് ചങ്ങലയാണെങ്കിലും കെട്ടിയിട്ടാൽ സുഖമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഗുണാതീതനാവാനാണ് ശ്രമിക്കേണ്ടത്. ഈ ഗുണങ്ങൾക്കൊക്കെ അങ്ങേപ്പുറത്ത് കടക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഇതിലൊക്കെ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്, ഗുണാതീതൻ എന്ന് പറയേണ്ട സുഖവും ദുഃഖവും ഒക്കെ ഒരുപോലെ കാണുന്നവൻ. സാധിക്കുമോ? നമുക്ക് സാധിക്കുമോ? അത് സുഖവും ദുഃഖത്തിനെയൊക്കെ ഒരുപോലെ കാണാൻ? അതൊക്കെ പറയാനേ പറ്റൂ എന്ന് നമ്മൾ പറയും. പക്ഷെ പറ്റുന്നവരുണ്ട്. ഇപ്പോൾ പൂന്താനം നമ്പൂതിരിക്ക് പറ്റിയില്ലേ? ദുഃഖത്തെ അദ്ദേഹം വേറെ രീതിയിലേക്ക് തിരിച്ചു വിട്ടാൽ മതി, അപ്പോൾ സുഖമായിട്ട് വരും. ആ ദുഃഖം നമ്മളെ ബാധിക്കാതെ പോവും. ശ്രീരാമചന്ദ്രൻ കാണിച്ചു തന്നിട്ടില്ലേ? ശ്രീകൃഷ്ണ ഭഗവാൻ കാണിച്ചു തന്നിട്ടില്ലേ? എന്തെല്ലാം ദുഃഖങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നു. എന്നിട്ട് അവരൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണോ ചെയ്ത്? ലോകത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ അവർ മുന്നിട്ട് വരികയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ട ഗുണങ്ങളാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഇനി ജീവൻ്റെ ഗതിയൊക്കെയാണ് പറയുന്നത്. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സുരലോകത്തിൽ പോകും, പിന്നെ ജീവൻ പോയി നരലോകത്തിൽ വരും. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊക്കെ തീർന്ന് പരിഭാഗം വന്ന് പിന്നെ ഓരോരോ ജന്മം എടുത്ത് നമ്മളിങ്ങനെ ഓരോ ജന്മങ്ങൾ എടുക്കുന്നു. അപ്പോൾ എന്തായാലും ഇദ്ദേഹം തന്നെ എഴുതിയ ഒരു മൂലതത്വ ചിന്തനമൊക്കെ ഉണ്ടല്ലോ, മൂലതത്വ നിരൂപണമുണ്ട്. അപ്പോൾ അതിൽ കർമ്മഫലങ്ങളാണ് സ്വർഗനരകങ്ങളെ തീർക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ദുഃഖമേടുത്തതീനെന്തേ മൂലം കൃഷ്ണ, ദുഃഖമേടുത്തതു ജന്മമൂലം, ജന്മമേടുത്തതീനെന്തേ മൂലം കൃഷ്ണ, ജന്മമേടുത്തതു കർമ്മം മൂലം, കർമ്മമേടുത്തതീനെന്തേ മൂലം കൃഷ്ണ, കർമ്മമേടുത്തതു രാഗമൂലം, ജ്ഞാനമുണ്ടാവതീനെന്തു ചെയ്വൂ കൃഷ്ണ, ജ്ഞാനമുണ്ടാവതൂ ഭക്തി കൊണ്ടേ. അപ്പോൾ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. എനിക്ക് കുറച്ച് ജ്ഞാനം വേണം കൃഷ്ണ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതിങ്ങനെ കുറേ ഇങ്ങനെ ഓരോന്നിൻ്റെ മൂലങ്ങൾ പറഞ്ഞ് അവസാനം ജ്ഞാനമുണ്ടാവതിന് എന്തു ചെയ്യൂ കൃഷ്ണ എന്ന് ചോദിക്കുമ്പോൾ, ജ്ഞാനമുണ്ടാവതൂ ഭക്തി കൊണ്ടേ. ഭക്തി വേണം. ആ ഭക്തി ഉണ്ടായാലേ ജ്ഞാനമുണ്ടാവുള്ളൂ. അപ്പോൾ ആർക്കൊക്കെ ഭക്തി ഉണ്ടാവുക? എത്രയാണോ എനിക്ക് ബാങ്ക് ബാലൻസ്, എത്രയാണോ എനിക്ക് ഷെയർ ഉള്ളത്, എത്ര ബിൽഡിംഗ് ആണോ എനിക്കുള്ളത്, എത്ര വില പിടിച്ച കാറാണോ എനിക്കുള്ളത്, അതാണോ മനസ്സിനെ നിറയ്ക്കാറ്? അത് മനസ്സിനെ നിറയ്ക്കുന്നുണ്ടോ? ഇല്ല. അതൊക്കെ ഉണ്ടായാലും സുഖമുണ്ടോ? മുഖത്തൊരു ചിരി ഉണ്ടോ നമുക്ക്? ഇല്ല, അതില്ല. പിന്നെ എന്താ വേണ്ടത്? മനസ്സ് നിറയ്ക്കണമെങ്കിൽ നമ്മൾ ആർജിച്ച നന്മകളാണ് നമ്മളുടെ മനസ്സിൽ നിറയേണ്ടത്. ഉപേക്ഷിക്കപ്പെട്ട ദുരാഗ്രഹങ്ങൾ നമ്മളിൽ നിറയണം. അപ്പം സംതൃപ്തി ഉണ്ടാവും. ആ സംതൃപ്തിയാണ് മനുഷ്യന് ഉണ്ടാകേണ്ടത്. അതുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ എന്തുണ്ടോ അതിലൊരു സന്തോഷം ഉണ്ടാവണം. അതുള്ളവർക്ക് മാത്രമേ ഈ ലോകത്ത് എന്നും സുഖം ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് എന്തൊക്കെ കിട്ടിയാലും സുഖം ഉണ്ടാവില്ല. ശരിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്, ദരിദ്രോയസ്തു അസന്തുഷ്ട. കേട്ടിട്ടുണ്ടാവും പലരും ഭാഗവത സപ്താഹം കേൾക്കുമ്പോൾ. ദരിദ്രൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അസന്തുഷ്ടനാണ് ദരിദ്രൻ. നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല. കിടക്കാൻ വീടില്ലാത്തവനോ ഉണ്ണാൻ ഭക്ഷണം ഇല്ലാത്തവനോ ഒന്നുമല്ല. പിന്നെ ആരാണ് ഈ ലോകത്തിൽ ദരിദ്രൻ? അസന്തുഷ്ടൻ. അപ്പോൾ സന്തുഷ്ടിയാണ് ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടാകേണ്ടത് എന്ന വലിയൊരു ജീവതത്വം നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും അതിനാണ് ശ്രമിക്കേണ്ടത് എന്ന്
ഇവിടെ ജ്ഞാനപ്പാന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഭാരതത്തിൻ്റെ മഹിമയെക്കുറിച്ച് വളരെ ദേശസ്നേഹത്തോടു കൂടി പറയുന്ന കവി, ഭാരതം എന്ന പേര് തന്നെ അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നു. ഇന്ന് നമ്മൾക്ക് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഭാരതമെന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. ആ ഭാരതഭൂമിയുടെ അത് ഏതിലാണ് ഉൾപ്പെടുന്നത് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നു, ഇച്ഛിച്ചിടുന്നതെല്ലാം തരുന്ന വിശ്വമാതാവ് ഭൂമി ശിവ ശിവ. ഈ ലോകത്തിൽ നമ്മൾക്ക് ഈ ഭൂമി ഉണ്ടായാൽ മതി. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഭൂമിദേവി നമുക്ക് എല്ലാം തരും. എന്താ ഭൂമിയിൽ നിന്ന് കിട്ടാതെയുള്ളത്? എല്ലാം നമുക്ക് തരും. അതിനെ പക്ഷെ നമ്മൾ വല്ലാതെ ചൂഷണം ചെയ്യുകയാണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചൂഷണം ചെയ്യുന്ന ആസുരീക ബുദ്ധിയോടുകൂടിയവരെ കൊണ്ട് ഭൂമി അങ്ങോട്ട് ഭാരം സഹിക്കവയ്യാതെ ആകുമ്പോഴാണ് അവതാരമൂർത്തികൾ ഇവിടെ അവതരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടി എത്രയോ പ്രാവശ്യം ഭഗവാൻ തന്നെ അവതരിച്ചിട്ടുണ്ട്. അത്രയും ശ്രേഷ്ഠമാണ് ഈ ഭൂമി. ആ ഭൂമിയുടെ അവിടെ കുറേ പറയുന്നൊക്കെ ഉണ്ട്. ഓരോ മഹാമേരുവിനെക്കുറിച്ചും ഒക്കെ അവിടെ പറയുന്നുണ്ട്. എന്തായാലും കർമ്മം ചെയ്യാനും കർമ്മബന്ധത്തിൻ്റെ വിമുക്തിക്കും ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ഈ ഭാരതഭൂമിയിലെ ജന്മമാണ്. അതുകൊണ്ട് നമുക്ക് മോക്ഷം കിട്ടുകയും ചെയ്യും. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചു പോയിട്ട് കിട്ടേണ്ടതാണോ? മതിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അത് മതിയോ? മരിച്ചു പോയിട്ട് കിട്ടിയാൽ മതിയോ മോക്ഷം? പോരാ. നമുക്കിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടിയാൽ തരക്കേടില്ല അല്ലേ? അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് കിട്ടുക? അതിന് ചില വഴികളൊക്കെ ഉണ്ട്. എന്താണ്? സാരൂപ്യം തവ പൂജനേ ശിവമഹാദേവേതി സങ്കീർത്തനേ സാമീപ്യം ശിവഭക്തിധുര്യജനതാ സാംഗത്യ സംഭാഷണേ സാലോക്യം ചരാചരാത്മകം ചരാചരാത്മകതനുധ്യാനേ ഭവാനീപതേ സായുജ്യം മമ സിദ്ധമത്ര ഭവതി സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം എന്ന് ശിവാനന്ദ ലഹരിയിൽ ശങ്കരാചാര്യസ്വാമികൾ പറയണു. അപ്പോൾ എന്താ വേണ്ടത്? സാരൂപ്യം, സാമീപ്യം, സാലോക്യം, സായോജ്യം എന്നീ മുക്തികളെക്കുറിച്ചൊക്കെ എല്ലാ പുരാണങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്കതൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ്. എന്താണ് ഈ സാരൂപ്യം എന്ന് പറയുമ്പോൾ? നാമസങ്കീർത്തനം, പൂജ, ഇതുകൊണ്ടൊക്കെ ഭഗവാന്റെ രൂപം ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, എൻ്റെ ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾക്ക് തോന്നിക്കും. ആ ഭഗവാനെ ഇങ്ങനെ കണ്ണിൽ കാണുക, ആ രൂപം ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുക, അതാണ് ഈ സാരൂപ്യം. അതേ രൂപം എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ഭഗവാനാണ് എന്ന തോന്നൽ പിന്നെ അവസാനമായി വരും അല്ലേ? അതാണ് ഹനുമാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവബുദ്ധ്യാ തു ദാസോഹം ദേഹബുദ്ധ്യാ തു ദാസോഹം ജീവബുദ്ധ്യാ ത്വദംശക ആത്മബുദ്ധ്യാ ത്വമേവാഹം ഇതി മേ നിശ്ചിതാ മതി. ദേഹബുദ്ധ്യാ തു ദാസോഹം, ഞാൻ ഹനുമാനാണ്, അങ്ങ് ശ്രീരാമചന്ദ്രനാണ് എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങയുടെ ഒരു ദാസനാണ് ഞാൻ, അങ്ങൻ്റെ സ്വാമിയാണ്. ജീവബുദ്ധ്യാ ത്വദംശക, ഞാൻ ജീവാത്മാവാണ്, ഞാൻ ആ പരമാത്മാവിൻ്റെ ഒരംശം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങയുടെ ഒരു അംശമായി ഞാൻ മാറി. പിന്നെ കുറേയും കൂടി ഈ അറിവിങ്ങനെ കൂടിക്കൂടി വരുമ്പോഴുണ്ടാകുന്ന ആ ക്രമികമായ ഉയർച്ച നമുക്കവിടെ കാണാൻ സാധിക്കും. ആദ്യം ഭേദബുദ്ധി, പിന്നെ വിശിഷ്ട അദ്വൈത ബുദ്ധി, പിന്നെ ഇനി അദ്വൈത ബുദ്ധിയാണ് വരുന്നത്. ഏതാണ്? ജീവബുദ്ധ്യാ ത്വദംശക ആത്മബുദ്ധ്യാ ത്വമേവാഹം, ഞാനും അങ്ങും ഒന്നാണ്, ആ അങ്ങ് തന്നെയാണ് ഞാൻ തന്നെയാണ് അങ്ങ് എന്ന ബുദ്ധി വരുമ്പോൾ ഇതിമേ നിശ്ചിതാ മതി, ഇത് അദ്വൈത ബുദ്ധിയായി. ഇങ്ങനെയാണത്രേ ഓരോ ഭക്തനും ഉണ്ടാവേണ്ടത്. ഭഗവാൻ ഞാൻ തന്നെ, നമ്മളുടെ ഉള്ളിലല്ലേ ഭഗവാൻ ഇരിക്കണേ അല്ലേ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. നമ്മുടെ ഉള്ളിലുണ്ട് ഈശ്വരൻ. ആ ഈശ്വരൻ ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. ഏതുപോലെ? ആകാശത്തിലെ മേഘങ്ങൾ വന്നു കഴിയുമ്പോൾ സൂര്യൻ ഇങ്ങനെ മറയ്ക്കപ്പെടും. സൂര്യൻ അവിടെ ഇല്ലേ?
ഉണ്ട്. പക്ഷെ സൂര്യരശ്മി നമുക്ക് കാണപ്പെടുന്നില്ല. അതുപോലെ നമ്മുടെ മനസ്സിലൊക്കെ മാലിന്യ കൂമ്പാരങ്ങളാണ്. രാഗം, ദ്വേഷം, ക്രോധം, മോഹം, മതം, മാത്സര്യം, ഇതൊക്കെ കൊണ്ടിങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ്. മാലിന്യ കുംഭാരാണ്. അതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാണ്ടല്ലോ അവിടെ ഇങ്ങനെ ആ ചൈതന്യം സ്ഫുരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനാണ് ഓരോ ഭക്തനും ശ്രമിക്കേണ്ടത്. അതാണ് ഇവിടെ നാമസങ്കീർത്തനം, പൂജ, ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സാമീപ്യം. എങ്ങനെയാണ് ഭഗവാനെ അങ്ങയോട് സാമീപ്യം ഉണ്ടാകുന്നത്? എനിക്ക് തവ ശിവഭക്തി ദുര്യ ജനതാസാംഗത്യ സംഭാഷണേ, ഭക്തസമാഗമം. ഇപ്പം ഇവിടെ ഉണ്ടല്ലോ സജ്ജന സംസർഗം, ഭക്തസമാഗമം, ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ സമീപ്യ മുക്തി കിട്ടുന്നത്. പിന്നെ ചരാചരാത്മക ശരീരധ്യാനം, അതുകൊണ്ട് സാലോക്യം. ഇതിനെ പലതരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് ഈ ലോകത്തിൽ നമുക്ക് ഈ മുക്തി കിട്ടാനുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കണോ എന്നേ ഉള്ളൂ. ഇതിനെ വേറെ തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. പിന്നെ ഏതാണ് സായുജ്യം? സായുജ്യമുക്തിയാണ് ഏറ്റവും പ്രധാനം എന്നൊക്കെ പറയാറുണ്ട്. അത് ഭഗവത് ലയം തന്നെ. ഭഗവാനെ ഒഴിച്ച് വേറെ ഒന്നും ഈ ലോകത്ത് കാണാതിരിക്കുക. ഈ വിശ്വം മുഴുവൻ ഭഗവത് മയം എന്ന് കാണുക. അതാണ് ഈ സായുജ്യം. അതാണ് കൂടല്ലൂർ നമ്പൂതിരിപ്പാട് ഭാഗവത് സപ്താഹമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു കാക്കോത്തിയെ കണ്ടു അത്രേ അദ്ദേഹം. കാക്കോത്തി വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എന്താ ചെയ്ത്? കാക്കോത്തി രൂപായ നമസ്തേ വിഷ്ണവേ, കാക്കോത്തി രൂപായ വിഷ്ണവേ നമഃ എന്ന് പറഞ്ഞു അത്രേ. കാക്കോത്തി രൂപം ധരിച്ചു വന്നിരിക്കുന്ന അല്ലയോ വിഷ്ണു ഭഗവാനെ, അങ്ങേക്കായിട്ട് നമസ്കാരം. ഇങ്ങനെ കാണുന്നതിലും കേൾക്കുന്നതിലും എല്ലാം ഭഗവാനെ കാണുക. അത് കാണാൻ സാധിച്ചാൽ ആരെങ്കിലും നമ്മൾ ദ്രോഹിക്കുമോ? പിന്നെ അതും ഭഗവത് രൂപമല്ലേ. ആരെയെങ്കിലും ചീത്ത പറയുമോ? അതും ഭഗവത് രൂപമല്ലേ. ഞാൻ പറയുന്നു ഭഗവാനെയാണെന്നല്ലേ. അപ്പോൾ നമുക്ക് ഉള്ളിൽ ബുദ്ധി വരിക. അപ്പോൾ നമ്മൾ ആരോടും ചീത്ത വാക്ക് പറയില്ല, ആരെയും ദ്രോഹിക്കില്ല. ആരെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രമേ ചിന്തിക്കുള്ളൂ. അതാണ് അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഭക്തൻ പതുക്കെ പതുക്കെ എത്തിച്ചേരണം എന്നതാണ് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ആത്മാവിൽ നമ്മൾ നല്ല ഒരു പക്വത, അല്ലെങ്കിൽ ഒരു സംയമനം, ആത്മസമർപ്പണം, ഇതൊക്കെ നമുക്ക് തനിയേ ഉണ്ടായിക്കോളും. ഈ ഏറ്റവും അവസാനത്തെ ഭക്തി സോപാനങ്ങളിലെ അവസാനം ആത്മസമർപ്പണമാണല്ലോ. ആ ആത്മസമർപ്പണം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതും ഭഗവാനെ അങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നങ്ങോട്ട് വിചാരിച്ചാലോ എന്താണ്? പിന്നെ നമ്മൾ നല്ലതല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ ജന്മം സഫലമായ പോലെയാണ്. ചിന്ത തന്നെ വന്നാൽ തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. പിന്നെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നാലോ ആരൊക്കെ നല്ലത്? മറ്റുള്ളവർക്കാണോ? അല്ല, നമുക്ക് തന്നെയാണ് ശാന്തി ഉണ്ടാവുക. ശാന്തി സമാധാനവും വാങ്ങാൻ കിട്ടുമോ? ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലല്ലേ ലോകം നമ്മുടെ, അല്ലേ? നമ്മളുടെ വിരൽ ഒന്ന് തൊട്ടാൽ മതി, എന്ത് വേണമെങ്കിലും വീട്ടിലെത്തുന്നു, എന്ത് കാര്യങ്ങളും സാധിക്കാം, ഒരിടത്തും പോകണ്ട. പക്ഷേ കിട്ടാത്ത ഒരു സാധനമുണ്ട്. അതെന്താണ്? മനസ്സമാധാനം. കിട്ടുമോ? അത് ഏതെങ്കിലും ആമസോണോ ഏതിലെങ്കിലും പോയാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണോ മനസ്സമാധാനം? അത് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവണം. ആ ഉള്ളിലത്തെ ചിന്തകൾ നന്നാവണം. അതാണ് ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ആത്മശോധനയ്ക്ക് നമ്മളെ തന്നെ ശുദ്ധമാക്കുന്നതിന് എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അതൊക്കെ ഇതിൽ ഈ ജ്ഞാനപ്പാനായ എന്ന ആ അമൃത കുംഭത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവന്മാർക്ക് പോലും കൊതി തോന്നുന്ന ആ അമൃതമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഈ പൂന്താനം തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ അമൃതം സേവിക്കുന്നില്ല. അത് സേവിച്ചാലോ നമുക്ക് ഈ ലോകത്തിൽ പരമമായ സുഖം കിട്ടും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ജിഹ്വേ കീർത്തയ കേശവം മുരരിപും ചേതോ ഭജ ശ്രീധരം
പാണിദ്വന്ദ് സമർച്ചയ അച്യുത കഥാശ്രോത്രദ്വയത്വം ശൃണു. അപ്പോൾ പാണിദ്വന്ദ്ങ്ങളെ സമർച്ചയ പൂജ ചെയ്യൂ. അച്യുത ശ്രോത്രങ്ങളെ അച്യുത കഥകളെ ഇങ്ങനെ കേൾക്കൂ. അതല്ലേ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അച്യുതൻ്റെ കഥകളിങ്ങനെ കേട്ട് 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 അതിനെ ഇങ്ങനെ നമ്മൾ പിന്നെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നിരന്തരമായ ആജ്യധാര പോലെ വേണം, ഇടവിട്ട് പോരാ, നിരന്തരമായിട്ട് ഇടമുറിയാതെ ആ ഭഗവത് ചിന്ത നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ നമ്മളൊക്കെ ഭഗവാനും ഭഗവതിമാരുമായിട്ട് മാറും. അതാണ്. അങ്ങനെ ആവാൻ പറ്റുമോ? ആയവരിഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ പരസ്യങ്ങൾക്ക് ഇത് പറയുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അത് പ്രമാണമാണല്ലോ നമുക്ക് എന്ന് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ പലരും. മുഴുവൻ അങ്ങോട്ട് നശിച്ചിട്ടൊന്നുമില്ല. ഈ കലിയുഗത്തിൽ ഒരു പെരുവിരൽ ഊന്നിയിട്ട് ഇപ്പോഴും സത്യമൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തവർ മുച്ചൂടുമില്ലാതെ ആയി എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്, കുറച്ചേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവരോടുള്ള സംസർഗം നമുക്കുണ്ടാവണം, സജ്ജന സംസർഗം ഉണ്ടാവണം. അപ്പോൾ സജ്ജന സംസർഗത്തിൻ്റെ ഫലമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? കുറേ കേട്ടിട്ടില്ലേ? ആരെയാണ് നമുക്ക് ആദ്യം ഓർമ്മ വരിക? സജ്ജന സംസർഗം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വാൽമീകി ഓർമ്മ വരും, ശബരി ഓർമ്മ വരും അല്ലേ? എത്ര പുണ്യാത്മാക്കളാണ്. അപ്പോൾ ശബരിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു, നമ്മളെ പോലെ തന്നെ. എന്താണ്, എനിക്കൊക്കെ കിട്ടുമോ? എനിക്കൊക്കെ ഭഗവാനെ കാണാൻ പറ്റുമോ? അവരൊക്കെ വലിയ ആൾക്കാർ, അവരൊക്കെ വേദവും വേദാംഗവും ഒക്കെ പഠിച്ചവർ, എനിക്കെന്താ അറിയുക? എനിക്കൊന്നും കിട്ടില്ല എന്ന് ചിലർക്ക് തോന്നും. പിന്നെ അതിനു വേണ്ടി അപ്പോൾ ശ്രമിക്കാനുമുള്ളൊരു തോന്നൽ വരില്ല. അപ്പോൾ ശബരിക്ക് അതായിരുന്നു വലിയ സംശയം. എന്താണ് സംശയം? എത്രയോ മുനിമാർ ഈ ആശ്രമത്തിൽ വന്നിട്ട് തപസ് ചെയ്തു, അവരുടെ പരിചാരികയായിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ കടന്നുകൂടി, എന്നിട്ട് എനിക്കാണല്ലോ ഭഗവാനെ അങ്ങയെ കാണാനുള്ള ഭാഗ്യമുണ്ടായത്. അതെന്താ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി ഓരോ ഭക്തർക്കും ഉള്ളതാണ്. അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. എന്താണ് ഭഗവാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുരുഷ സ്ത്രീ ജാതി നാമ ആശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഇതിൽ പുരുഷനാണോ സ്ത്രീയാണോ ഇന്ന ജാതിയാണോ ഒന്നും ഒരു നിബന്ധനകളുമില്ല. എന്തൊരു സുഖമാണ്! ഒരു നിബന്ധനകളും ഇല്ലാതെ ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇത്ര സുഖകരമായിട്ട് ഈ ലോകത്തിൽ ഈ ജന്മസാഫല്യം കിട്ടാൻ സാധിക്കുമെന്ന് വെച്ചാൽ എന്നിട്ടെന്താ ആൾക്കാർ വരാത്തത് എന്നാണ് പൂന്താനം വിഷമിക്കുന്നത് ഇവിടെ. എന്നിട്ട് ഭഗവാനോട് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒന്നിനാലൊരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ മദ്ഭക്തിയൊഴിഞ്ഞൊന്നു കൊണ്ടൊരു നാളും. ആകയാൽ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ. പിന്നെ എങ്ങനെ കണ്ടു കിട്ടുക? എൻ്റെ ഭക്തി ഉണ്ടെങ്കിൽ എന്നെ കണ്ടു കിട്ടും. ഞാൻ ഭക്തരുടെ അടുത്തേക്ക് എപ്പോഴും ഓടി എത്തുന്ന ആളാണ്. അപ്പോൾ അത് പറയുമ്പോഴാണ് ഭക്തരുടെ അടുത്തേക്ക് ഓടി എത്തിയിട്ടുണ്ടല്ലേ ഈ പൂന്താനം എന്ന നമ്പൂതിരി എന്ന ഭക്തൻ്റെ അടുത്തേക്ക് ഭഗവാൻ ഓടിയെത്തിയ ഒരു കഥ കേട്ടിട്ടില്ലേ? വള്ളത്തോൾ ആമോദിരം എന്നുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, പൂന്താനം നമ്പൂതിരി ഗുരുവായൂർ ദർശനത്തിന് വരുന്ന സമയത്ത് അദ്ദേഹം നടന്നു വേണമല്ലോ വരാൻ. ആ സമയത്ത് അദ്ദേഹത്തെ കൊള്ളക്കാരെ ആക്രമിക്കുകയാണ്. ആരുമില്ല സഹായത്തിന്. ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ, ആകെ ഇരുട്ടും ഒക്കെയാണ്. ആകെ ഈ പാവം നമ്പൂതിരിക്ക് ആരല്ല സഹായത്തിന്? ആരുമില്ല. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഭഗവാനാണ്. എന്താ പറഞ്ഞത്? യാത്വരാ ദ്രൗപദീത്രാണേ യാത്വരാ ഗജരക്ഷണേ മയ്യാർത്തേ കരുണാമൂർത്തേ സാത്വരാ ക്വഗദാഹരേ. എന്താണ്? യാത്വരാ ദ്രൗപദീത്രാണേ. മുമ്പൊരിക്കലേ അങ്ങയുടെ ഭക്ത വിളിച്ചു,
അങ്ങേ കൃഷ്ണ കൃഷ്ണ എന്നെ രക്ഷിക്കൂ, ഇതാ ഈ ദുരാചാരികളെ എന്നെ അപമാനിക്കുന്നു, നീ അല്ലാതെ എന്നെ ആരും രക്ഷിക്കാനില്ലേ കൃഷ്ണ എന്ന് പറഞ്ഞങ്ങോട്ട് കരഞ്ഞപ്പോഴേക്കും എന്തായിരുന്നു തിടുക്കം, എന്താണ് വരവും ഒക്കെ. സാരികളങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ആ അപമാനത്തിൽ നിന്ന് ആ ഭക്തയെ രക്ഷിച്ചില്ലേ അങ്ങ്. യാത്വരാഗ്യ ജരക്ഷണേ. മുമ്പൊരു അത് മനുഷ്യസ്ത്രീയാണ്, ഇനിയിപ്പോൾ ഒരു മൃഗമാണ് അങ്ങയെ പ്രാർത്ഥിച്ചത്. ആ ഗജേന്ദ്രൻ വേറെ ഒരു ഗതിയില്ലാതെ ആദ്യം കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു എന്നെ രക്ഷിക്കാൻ, അതന്നെ എനിക്ക് തന്നെ ശക്തിയുണ്ട്, എൻ്റെ യുദ്ധങ്ങളുണ്ട് എൻ്റെ കൂടെ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ പോയി, ആരുമില്ല രക്ഷിക്കാൻ എന്ന് വന്നപ്പോൾ ഒരൊറ്റ വിളിയാണ് ഭഗവാനേ എന്നങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോഴേക്കും അവിടെയും വന്നു, ഓടിപ്പടഞ്ഞു വന്നു, രക്ഷിച്ചു. ഞാൻ ഭക്തനല്ലേ. സാത്വരാ ക്വഗദാ ഹരേ മയ്യാർത്തേ കരുണാമൂർത്തേ. അലയോ കരുണാമൂർത്തിയായ ഭഗവാനെ, ഞാനിതാ ആർത്തനായിരിക്കുന്നു, ഇപ്പോൾ എന്നെ രക്ഷിക്കാനുള്ള ആരും ഇല്ല ഇവിടെ, അങ്ങ് എവിടെ പോയി കണ്ണാ എന്നങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും കുളമ്പടി വെച്ചങ്ങനെ കേൾക്കാണ്. അപ്പോൾ മങ്ങാട്ടച്ഛൻ്റെ രൂപത്തിൽ മങ്ങാട്ടച്ഛൻ വരികയാണ്. മങ്ങാട്ടച്ഛൻ വന്ന് രക്ഷിക്കുന്ന കഥയാണ് ആ മോതിരം. അപ്പോൾ അദ്ദേഹം രക്ഷിച്ച ആൾക്ക് സമ്മാനമായിട്ട് ആ മോതിരം കൊടുത്തു. ആ മോതിരം പിന്നെ തിരുമേനിക്ക് തോന്നി ഇത്രേ, എന്താണ് അത് നാളെ പൂന്താനം വരുമ്പോൾ പൂന്താനത്തിന് കൊടുത്തോളൂ കേട്ടോ, അത് പൂന്താനത്തിൻ്റെ ആണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പോഴാണ് എന്നെ രക്ഷിക്കാൻ വന്നത് ആരാണ്? ആ ഭഗവാൻ തന്നെയാണ് എന്ന് ഈ ഭക്തൻ തിരിച്ചറിയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ മങ്ങാട്ടച്ഛന്മാരായിട്ടും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഭഗവാൻ വന്നിട്ടില്ലേ? ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാകും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ എല്ലാവരെയും രക്ഷിക്കാൻ ഭഗവാൻ ഓടി വരും. ഭഗവാന്റെ രൂപത്തിലാവില്ല, ആരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞയക്കും എന്ന് ഓരോ ഭക്തരും വിശ്വസിക്കുക. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുക. ആ ഭക്തി നമ്മൾക്ക് ധൈര്യം തരും. അനവധിയുണ്ട് പറയാൻ. ബുക്ക് ചെറുതാണെങ്കിലും എത്രയോ കാര്യങ്ങളിങ്ങനെ ഒതുക്കി വച്ചിരിക്കുന്ന ഒരു ഭണ്ഡാകാരം തന്നെയാണ് ജ്ഞാനപ്പാന. ഒരു വരി എടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് ധാരാളം സമയം വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. അപ്പോൾ സമയത്തിൻ്റെ ദൗർലഭ്യം നമുക്കുണ്ട് താനും. എന്തായാലും നമുക്ക് വളരെ കഷ്ടപ്പെട്ട് അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്ന ഭഗവാന്റെ ആ ഉക്തിയെ നമുക്ക് അനുസരിക്കാം. അങ്ങനെ ഈ അനിത്യമായ ലോകത്തിലേക്ക് നമ്മൾ വന്നു ചേർന്നു. ഇനി എന്താ വഴി? ദുഃഖമാണ്. ആ ദുഃഖത്തിൽ നിന്ന് എന്താ കരകയറാൻ വഴി? ഇമം പ്രാപ്യ ഭജസ്വമാം. ഭഗവാൻ തന്നെ എല്ലാ വഴിയും പറഞ്ഞു തന്നിട്ടില്ലേ, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കണേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതു ഇരിക്കലും തന്നെ നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. അപ്പോൾ ഒന്നും വേണ്ട, നാവ് കൊണ്ട് ചൊല്ലിയാൽ മതി. ഇനി അതും വയ്യ, ചൊല്ലാനൊന്നും വയ്യ ഇപ്പോൾ എന്നാണെങ്കിൽ കേട്ടാൽ മതി, ആരെങ്കിലും ചൊല്ലിക്കേട്ടാലും മതി. ഇപ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ അധികം ഉണ്ടല്ലോ അല്ലേ. നമുക്ക് ഇങ്ങനെ നമ്മുടെ മൊബൈലൊക്കെ അതിന് വളരെ സഹായമാണ്. നമുക്ക് ചൊല്ലാൻ അറിയില്ല, കേൾക്കാൻ ഇഷ്ടമുള്ളൂ വെച്ചാൽ അത് കേൾക്കാം, അതിനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണം എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഈശ്വരൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. ആമോദം പൂണ്ട് ചെല്ലണം. അടിച്ച് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ജപിക്ക് എന്ന് പറയുമ്പോൾ ജപിച്ചിട്ട് അങ്ങനെയുള്ളതുകൊണ്ടൊരു ഗുണമില്ല. സന്തോഷത്തോടു കൂടി ചൊല്ലൂ. അതാണ്. അങ്ങനെ ചൊല്ലി 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 നിങ്ങളുടെ മനസ്സങ്ങോട്ട് സന്തോഷം കൊണ്ട് നിറയട്ടെ. അതാണ് നമ്മൾ ഈ ഭജനയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്ക് അങ്ങനെ ഒരു തരംഗം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതാണ്, അതുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം, അല്ലാതെ ഉണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു,
മതിയുണ്ടെങ്കിലൊക്കെ മതീതു തിരുനാമത്തിൽ മാഹാത്മ്യമാമിതു. പിഴയാകിലും പിഴ കേടന്നാകിലും തിരുവുള്ള മരുൾക ഭഗവാനേ. അപ്പോൾ ഞാനിതാ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. തിരുനാമത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ആ തിരുനാമത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളോളം ഇനിയും നിങ്ങൾക്ക് കേൾക്കാനുള്ള ഭാഗ്യമുണ്ട്. ഈ ഭാഗവതത്തിലൊക്കെ ഭക്തന്മാരുടെ കഥകളാണ്. അതിലൊക്കെ നാമം ജപിച്ചതിൻ്റെ ഗുണങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അജാമിളൻ്റെ കഥ അതാണ്. ഇനി അങ്ങോട്ടുള്ള കഥകളൊക്കെ തന്നെ ഈ നാമമാഹാത്മ്യത്തെക്കുറിച്ച് പറയാനുള്ളതാണ്. അത് കേൾക്കാൻ എല്ലാവരും വന്ന് അത് കേട്ട് നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് ശുദ്ധമാക്കുക. കുറേ അഴുക്ക് അവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അടിച്ചു കളയാൻ നമ്മൾ ശ്രമിക്കണം. അതിനാകട്ടെ നമ്മുടെ ഈ സത്രം അതിന് ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മാനവസേവ മാധവസേവ എന്ന ഒരു ബുദ്ധി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പിഴയാകിലും പിഴ കേടന്നാകിലും തിരുവുള്ള മരുൾക ഭഗവാനേ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവുകളുണ്ടാകാലോ. അക്ഷരപ്പിഴവ് എല്ലാവർക്കും സംഭവിക്കാം. അതിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിലും അത് ഭഗവാനെ അത് അങ്ങ് പൊറുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവേബി സുഖിനഃ സന്തു എന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. സർവേബി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ. എല്ലാവർക്കും ആർക്കും അസുഖങ്ങളൊന്നും ഉണ്ടാകട്ടെ. എല്ലാവരെയും ഈശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. എനിക്ക് സുഖമുണ്ടാകട്ടെ, എനിക്ക് നന്മ ഉണ്ടാകട്ടെ എന്ന് മാത്രമല്ലാതെ ഈ ലോകത്തിലും കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെയാണ് എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയാണ്. ഈ ജ്ഞാനപ്പാനയിലെ ഞാൻ എൻ്റെ എന്നൊന്നും അധികം കാണില്ല, ഒക്കെ നാം നമ്മുടെ എന്നേ കാണുള്ളൂ. എന്തൊരു പ്രത്യേകതയാണ് നോക്കൂ. ഇങ്ങനെ അദ്ദേഹം ഒരിക്കലും എൻ്റെ എന്ന് പറഞ്ഞ് സ്വാർത്ഥിയായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മുടെ എന്നൊക്കെ പറയണുള്ളൂ. ആ ഒരു ഭാവന, ആ പൂന്താനം കവിയുടെ ആ ഭാവന നമ്മളിലേക്കും പകരുമാറാകട്ടെ. അതിന് ഈശ്വര കടാക്ഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.